ഹായ് ഫ്രണ്ട്സ്, പവർ സീരീസ് എന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പവർ സീരീസ്, റേഡിയസ് ഓഫ് കൺവെർജൻസ് ആൻഡ് ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ്. ഒരു പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും കണ്ടുപിടിക്കുന്നതിനെ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോയാണിത്. നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ 2 പ്രോബ്ലംസാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും കണ്ടുപിടിക്കുന്ന 2 പ്രോബ്ലം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യത്തെ പ്രോബ്ലം, ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കൺവെർജൻസ് ആൻഡ് ദി ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് ഓഫ് ദി സീരീസ്. നമുക്ക് തന്നിരിക്കുന്ന സീരീസ് എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity n ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 5 റേസ് ടു n മൈനസ് 1. ഈ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് ഈ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. സൊല്യൂഷൻ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ an ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു n ബൈ 5 റേസ് ടു n മൈനസ് 1 എഴുതുന്നു. തുടർന്ന് നമ്മൾ റേഷ്യോ ടെസ്റ്റ് വഴി നമ്മൾ അതിൻ്റെ കൺവെർജൻസ് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡു ദി റേഷ്യോ ടെസ്റ്റ് ഫോർ ദി അബ്സല്യൂട്ട് കൺവെർജൻസ്. അങ്ങനെ an ഈസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു n ബൈ 5 റേസ് ടു n മൈനസ് 1. റേഷ്യോ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് പോസിറ്റീവ് ടേംസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത് പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട് നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല. അടുത്തത് നമ്മൾ an+1 എന്താണെന്ന് കണ്ടെത്തണം. an+1 എന്ന് വെച്ചാൽ n+1 ഇൻറ്റു എക്സ് പ്ലസ് 2 റേസ് ടു n+1 ബൈ 5 റേസ് ടു n+1 മൈനസ് 1. അതായത് മുമ്പത്തെ an സ്ഥാനത്ത് an+1 വരും. അപ്പോൾ n-ൻ്റെ സ്ഥാനത്ത് n+1 എഴുതിയാൽ നമുക്ക് an+1 കിട്ടും. അപ്പോൾ an+1 ഈസ് ഈക്വൽ ടു n+1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു n ബൈ 5 റേസ് ടു n എന്നാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. തുടർന്ന് നമ്മൾ an+1ഉം an-ഉം കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ മോഡ് കണ്ടെത്താം. മോഡ് an+1 ബൈ an, അതായത് an+1ൻ്റെയും an-ൻ്റെയും റേഷ്യോയുടെ മോഡുലസ് വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തി. തുടർന്ന് അതിൽ നമ്മൾ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി നിങ്ങൾക്ക് കാണാം. ഇവിടെ ചെയ്യാൻ പോകുന്നത് ചില ടേംസ് നമുക്ക് ക്യാൻസലായി പോകും, ചില ടേംസ് അവിടെ റിമെയിൻ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ടേംസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 ഹോൾ റേസ് ടു n+1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 റേസ് ടു n. ഇവിടെ ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് 2 റേസ് ടു n+1 എന്ന് വെച്ചാൽ എക്സ് പ്ലസ് 2 റേസ് ടു n ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 2 റേസ് ടു n. അപ്പോൾ എക്സ് പ്ലസ് 2 റേസ് ടു n ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളതുകൊണ്ട് അത് ക്യാൻസലായി പോകും. അപ്പോൾ ന്യൂമറേറ്ററിൽ ബാലൻസ് നിൽക്കുക എക്സ് പ്ലസ് 2. ഇനി മറ്റൊന്ന് n+1 നമുക്ക് അതേപോലെ തന്നെ നിൽക്കും. തുടർന്ന് നമുക്ക് വേറൊരു ടേം 5 റേസ് ടു n മൈനസ് 1 5 റേസ് ടു n ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമായിട്ട് കിടക്കുന്നുണ്ട്. 5 റേസ് ടു n മൈനസ് 1നെ 5 റേസ് ടു n ഇൻറ്റു 5 റേസ് ടു മൈനസ് 1 എന്ന് എഴുതും. 5 റേസ് ടു n ഡിനോമിനേറ്ററിലുള്ളത് കൊണ്ട് തന്നെ 5 റേസ് ടു n ക്യാൻസലായി പോകും. തുടർന്ന് നമുക്ക് ന്യൂമറേറ്ററിൽ 5 റേസ് ടു മൈനസ് 1 ആണ്. അത് ഡിനോമിനേറ്ററിലേക്ക് വന്നാൽ നമുക്ക് 1/5 വരും. അതുകൊണ്ട് തന്നെ n+1 ബൈ നമുക്കൊരു n അപ്പുറത്ത് കിടക്കുന്നുണ്ട്, n+1 ബൈ 5n എക്സ് പ്ലസ് 2ൻ്റെ ഫുൾ മോഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് n+1 ബൈ 5n ഇൻറ്റു എക്സ് പ്ലസ് 2. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ n+1 ബൈ 5n നമ്മൾ മോഡുലസിൻ്റെ പുറത്തോട്ട് എടുക്കുന്നതിൻ്റെ കാരണം ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെയായിരിക്കും. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ n 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് n+1ഉം n-ഉം പോസിറ്റീവാണ്, റേഷ്യോയും പോസിറ്റീവ് ആയിരിക്കും. സോ ദർ ഇസ് നോ നീഡ് ഓഫ് എനി അബ്സല്യൂട്ട് വാല്യൂ, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ n+1 ബൈ 5n ഇൻറ്റു എക്സ് പ്ലസ് 2 അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എക്സിനെ എങ്ങനെ വേണമെങ്കിലും വേരി ചെയ്യാവുന്നത് കൊണ്ട്, വേരി ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട്. തുടർന്ന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക്
n+1/5n mod of x plus 2 അതിലാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n+1/5n ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുണ്ടാവും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ n കൊണ്ട് കോമൺ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1+1/n/5 എന്ന് വരും. Then we are substituting the limit n tends to infinity. When n tends to infinity 1/n 0യിലേക്ക് പോകും. സോ ന്യൂമറേറ്ററിൽ 1 വരുള്ളൂ, ഡിനോമിനേറ്ററിൽ 5 തന്നെ വരും. സോ നമുക്ക് 1/5 വരിക. അപ്പോൾ നമുക്ക് റിമെയിൻ ചെയ്യുന്നത് x+2 അബ്സല്യൂട്ട് വാല്യൂ ഡിവൈഡഡ് ബൈ 5. ഇവിടെ നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് റേഷ്യോ ടെസ്റ്റ് ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ്. അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് ആണെങ്കിൽ അത് കൺവെർജൻറ്റ് ആയിരിക്കുമെന്നുള്ള മറ്റൊരു തിയറമുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ആ രീതിയും. അപ്പോൾ പവർ സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി ഇഫ് കണ്ടീഷൻ x+2ൻ്റെ മോഡ് വാല്യൂസ് ഡിവൈഡഡ് ബൈ 5 ലെസ് ദാൻ 1. അപ്പോൾ നമുക്ക് പറയാം x+2 ഇസ് ലെസ് ദാൻ 5. വെൻ വി മൾട്ടിപ്ലൈ ദി ബോത്ത് സൈഡ്സ് ബൈ 5 നമുക്ക് x+2ൻ്റെ മോഡ് വാല്യൂ ലെസ് ദാൻ 5. അപ്പോൾ ഇവിടെ മോഡ് ഓഫ് x+2 ഈസ് ലെസ് ദാൻ 5. ഇവിടെ റേഷ്യോ ടെസ്റ്റ് അനുസരിച്ച് ഇത് കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് r ഈസ് ഈക്വൽ ടു 5. അതായത് x+2 ലെസ് ദാൻ 5. ഇവിടെ മോഡ് ഓഫ് x+2 ലെസ് ദാൻ 5 ആയതുകൊണ്ട് x+co ലെസ് ദാൻ r ആണ്. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണം. ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ നമ്മൾ മോഡുലസ് സൈൻ റിമൂവ് ചെയ്യുക. ഡയറക്റ്റായിട്ട് മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ്, അബ്സല്യൂട്ട് വാല്യൂസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -5 ലെസ് ദാൻ x+2 ലെസ് ദാൻ 5 എന്ന് കിട്ടും. അതായത് ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് -7 ലെസ് ദാൻ x ലെസ് ദാൻ 3 എന്ന് വരും. തുടർന്ന് നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ -7 3 ഓപ്പൺ ഇൻ്റർവെൽ, -7 3 ഓപ്പൺ ഇൻ്റർവെൽ. അതായത് -7ഉം 3യും ഇൻക്ലൂഡഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ -7ൻ്റെയും 3ൻ്റെയും ഉള്ളിലുള്ള എല്ലാതും കൺവെർജൻറ്റും ആയിരിക്കും. നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? ഈ -7ഉം 3യും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം? ഈ ANൽ നമുക്ക് ഈ -7ഉം 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് കൺവെർജൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ബൗണ്ടറി പോയിൻ്റ് ആയിട്ടുള്ള x = -7 ആണ്. അപ്പോൾ x = -7 ആവുമ്പോൾ നമുക്ക് വാല്യൂ വരിക -7 + 2 ഹോൾ റേസ് ടു n, അതായത് -5 ആൻഡ് ഇൻറ്റു n ബൈ 5 n - 1. അതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് n ഇൻറ്റു -1 ഇൻറ്റു 5 ബൈ 5 ഇൻറ്റു 5 -1. അപ്പോൾ 5 and 5 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. തുടർന്ന് നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു 5 -1 ഉണ്ട്, ന്യൂമറേറ്ററിലേക്ക് എടുക്കാം. ദറ്റ് ഈസ് 5n ഇൻറ്റു -1 ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡൈവർജൻസ് ടെസ്റ്റാണ്. ഇവിടെ nth ടേം ടെസ്റ്റ് ഫോർ ഡൈവർജൻസ്, അതായത് ഡൈവർജൻസ് ടെസ്റ്റ് തന്നെ. ഇവിടെ നമ്മൾ ഡൈവർജൻസ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 5n -1 വരിക ഇൻഫിനിറ്റി ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമുക്ക് അത് സീരീസ് ആ ഭാഗത്ത് കൺവെർജ് ചെയ്യില്ല എന്ന് പറയാം. അതായത് x = -7 കൺവെർജ് ചെയ്യില്ല, ആ ഭാഗം x⁻⁻7ൽ ഈ a എന്ന് പറയുന്നത് കൺവെർജ് ചെയ്യില്ല. ഇനി എന്താണ് x = 3 എന്ന ഭാഗത്ത്? എന്താണ് x = 3? x = 3 ആവുമ്പോൾ നമുക്ക് വാല്യൂ വരിക 3 + 2 ഹോൾ റേസ് ടു n ബൈ 5 n-1 ഇൻറ്റു ന്യൂമറേറ്ററിൽ ഒരു n കൂടി ഉണ്ട്. സോ n ഇൻറ്റു 5 ബൈ 5 n-1. സോ n ഇൻറ്റു 5 ബൈ 5 ഇൻറ്റു 5 -1 5 n ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് n ബൈ 5 -1 അതായത് 5n. ഇവിടെ നമുക്ക്
കിട്ടിയിരിക്കുന്നത് 5n എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സമ്മേഷൻ n = 1 to infinity 5n നമ്മൾ ഇവിടെ വീണ്ടും എന്ത് ചെക്ക് ചെയ്യണം, x = 3യിലെ കൺവെർജൻ്റ് ആണോ അല്ലയോ. അപ്പോൾ നമുക്ക് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 5n എന്ന് വെച്ചാൽ എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. അതുകൊണ്ട് തന്നെ അവിടെയും ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -7ലും -3യിലും ഒരിക്കലും ഇത് ഈ an എന്ന് പറയുന്നത് കൺവെർജൻ്റ് ആയിരിക്കുകയില്ല. ഇവിടെ -7ഉം 3യും ഉൾക്കൊള്ളാത്തത് കൊണ്ട് നമുക്ക് ഓപ്പൺ ഇൻ്റർവെൽ -7 3യിലായിരിക്കും. ഈ an എന്ന് പറയുന്നത് n × x + 2^n/5^n-1 കൺവെർജ് ചെയ്യുക എന്ന് പറയാം. -7ഉം 3യിലും കൺവെർജ് ചെയ്യില്ല. -7 3 ഓപ്പൺ ഇൻ്റർവെൽ ഓൺ ദി ബോത്ത് ബൗണ്ടറീസ്, അവിടെയാണ് നമ്മൾ കൺവെർജ് ചെയ്യുക എന്ന് പറയാം. ഈ ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഫോർ ദി ഫോളോയിങ് പവർ സീരീസ് ഡിറ്റർമിൻ ദി ഇൻ്റർവെൽ ആൻഡ് റേഞ്ചസ് ഓഫ് കൺവേർജൻസ്. നമുക്ക് തന്നിരിക്കുന്ന പവർ സീരീസ് എന്ന് പറയുന്നത് n⁴ × 2x + 17n എന്നാണ്. ഈ പവർ സീരീസ് ഇതിൻ്റെ കൺവെർജൻസും ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസും നമുക്ക് കണ്ടെത്താം. ഇവിടെ നമ്മൾ എല്ലാത്തിനും ഒരു പവറുകൾ വരുന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നത് റൂട്ട് ടെസ്റ്റാണ്. റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് an-ൻ്റെ മോഡുലസ് വാല്യൂ, അത് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻറ്റ് ഓർ നോട്ട്. കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് an എന്തായിരിക്കും? അതായത് an⁻1/n എന്തായിരിക്കും? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് n⁴n+1/4^3n × 2x + 1^n 2x + 17n അതിൻ്റെ മോഡുലസ് വാല്യൂ ⁻1/n ആണ്. അതിനുശേഷം നമുക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. അപ്പോൾ ⁻1/n ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1/n ഉള്ളിലോട്ട് എടുക്കാം. കാരണം ഇതൊക്കെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് 1/n ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമുക്ക് n⁻2n + 1/n എന്ന് വരും. അപ്പോൾ 2 + 1/n എന്ന് വന്നു, ഡിവൈഡഡ് ബൈ 4^3/n എന്ന് വരും, 3n/n എന്ന് വരും. അപ്പോൾ 4^3 എന്ന് വരും, ഇൻറ്റു 2x + 17n × 1/n എന്ന് വരും. അപ്പോൾ 2x + 17 എന്ന് മാത്രമേ അവിടെ അവശേഷിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് നമുക്ക് 2x + 17 എക്സിൻ്റെ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി അവിടെ അപ്ലിക്കബിൾ അല്ല. തുടർന്ന് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് 4n⁻2 + 1/n/4³ എന്നാണ്. ഇവിടെ 4³ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 2x + 17ൻ്റെ മോഡ് ഡിവൈഡഡ് ബൈ 4³. ഇവിടെ നമുക്ക് ലിമിറ്റ് ജസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ളത് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n⁻2 + 1/n എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെ നമുക്ക് n² × n⁻1/n എന്ന് എഴുതാം. n² × n⁻1/n. എന്തായാലും n² ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഇൻഫൈനൈറ്റ് ലിമിറ്റായിട്ട് മാറും. അതായത് ഈ ഫുൾ ടേം, അതായത് ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയി മാറും. നമ്മുടെ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡുലസ് ഓഫ് an എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിലോട്ട് പോയി കഴിഞ്ഞുള്ളത് എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, പക്ഷേ ഇവിടെ x = -17/2 വരാൻ പാടില്ല. കാരണം x = -17/2 വന്നു കഴിഞ്ഞാൽ അവിടെ 0 ടേം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 0 × nth പവർ ആകുമ്പോൾ എന്തുണ്ടാവും?
ഫുള്ള് 0. അപ്പോൾ 0 x ഈക്വൽ ടു -17/2 ആ പോയിന്റിൽ മാത്രം അവിടെ ഇൻഫൈനൈറ്റ് വരില്ല. x ഈക്വൽ ടു -17/2 നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. x ഈക്വൽ ടു 17/2. അപ്പോൾ ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ് x ഈക്വൽ ടു -17/2 മാത്രമേ നമുക്ക് ഇതിന് ഇൻ്റർവെൽ ഓഫ് കൺവെർജൻസ്, അതായത് അവിടെ മാത്രമേ അത് കൺവെർജൻ്റ് ആവുള്ളൂ, അവിടെ മാത്രമേ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 എന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സീരീസ് x നോട്ട് ഈക്വൽ ടു -17/2 ഡൈവർജൻ്റ് ആയിരിക്കും. അപ്പോൾ പവർ സീരീസ് കൺവെർജ് ചെയ്യുന്നത് x ഈക്വൽ ടു -17/2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് x ഈക്വൽ ടു -17/2 എന്ന് ലഭിച്ചിട്ടുണ്ട്. അവിടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്ന് പറയുന്നത് മോഡ് ഓഫ് x ലെസ് ദാൻ 0, അതായത് x ലെസ് ദാൻ 0. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് കൺവെർജൻസ് ലഭിക്കുക 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് റൂട്ട് ടെസ്റ്റാണ്. നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് റേഷ്യോ ടെസ്റ്റാണ്. ഈ 2 ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഈ റേഡിയസ് ഓഫ് കൺവെർജൻസും ഇൻ്റർവൽ ഓഫ് കൺവെർജൻസും ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ പ്രോബ്ലംസ് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ച് ഞാൻ അതിന് തക്കതായിട്ടുള്ള ഉത്തരം വീഡിയോ ആയിട്ട് തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലവ് ദിസ് വീഡിയോ, subscribe my channel and click the bell icon near to the subscribe button to get further notifications when I post new videos on my channel. Thank you.